ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. കേരളം വിധി എഴുതി കഴിഞ്ഞു. വോട്ടിംഗ് ശതമാനം കൂടിയതിൽ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ശബരിമലയും പ്രളയവുമെല്ലാം പ്രചാരണ വിഷയങ്ങളായ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെ നിർണായകമാണ്. UDF-നും BJP-ക്കും നിലനിൽപ്പിന്റെ പോരാട്ടം കൂടി. പോളിംഗ് ശതമാനം കൂടിയത് ആരെ തുണയ്ക്കും? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ആദ്യമായി ചേരുന്നത്. ശ്രീ അനീഷ്, ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ കേരളത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്തായാലും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മറികടന്നുള്ള പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് എന്താണ് കാണിക്കുന്നത്? ആർക്കാണ് പ്രതീക്ഷ നൽകുന്നത്? അനീഷ്, കേൾക്കാമെങ്കിൽ. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചോളം BJP-ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അതുപോലെ അത് പിന്നെ കാരണക്കാർ മൊത്തം നമ്മളുടെ BJP-ക്ക് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി കാരണക്കാരായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ UDF-ഉം തന്നെയാണ്. ഇവിടെ 2 സീറ്റുകൾ ഏകദേശം തിരുവനന്തപുരവും പത്തനംതിട്ടയും BJP-യിലെ അല്ലെങ്കിൽ NDA-ക്ക് കിട്ടുവാൻ വേണ്ടി സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇഷ്ടം പോലെ സ്ത്രീ വോട്ടർമാര് ഇപ്പോ വോട്ട് ചെയ്യാൻ വേണ്ടി പോയതായിട്ടുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇവര് പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിനെക്കാട്ടിൽ ഇവരുടെ നിഗമനങ്ങളെക്കാട്ടിൽ ഒരുപാട് മുന്നിലാണ് ഇവരുടെയൊക്കെ നിഗമനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തും പത്തനംതിട്ടയും BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയുള്ളത്, നമ്മുടെ സുരേഷ് ഗോപി സാറ് അദ്ദേഹം പണ്ടൊരു പ്രസ്താവന നടത്തിയിരുന്നു, ഒരു MLA സ്ഥാനമെങ്കിലും കിട്ടിയില്ല എങ്കിൽ ഞാൻ ഈ MP സ്ഥാനം രാജിവെക്കുമെന്ന്. പക്ഷെങ്കിൽ ഇപ്രാവശ്യം അദ്ദേഹം പോലും ജയിക്കാൻ വേണ്ടി സാധ്യതയില്ല. അത്രയൊക്കെയാണ് എനിക്ക് ഈ വോട്ടറിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള അറിവുകൾ. ശരി, കൊല്ലത്ത് നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ശ്രീ വിഷ്ണു, എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൽ പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെയും. താങ്കളുടെ കണക്കൂട്ടലൊക്കെ എങ്ങനെയാണ്? ഇതിനകത്ത് 2 പാർട്ടികള് കേഡർ പാർട്ടിയല്ലേ രഞ്ജിനി. ഇപ്പൊ CPM കേഡർ പാർട്ടിയാണ്, BJP കേഡർ പാർട്ടിയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലോ അനുസരിച്ചാണ്, ഒരു ജെന്യുവനായിട്ടൊരു ലൈൻ ഓഫ് തിങ്കിങ്ങിൽ കുറെ ആൾക്കാർ ആക്ട് ചെയ്യുന്നു. പിന്നീട് സമൂഹത്തിന്റെ ഉള്ള ഓരോ വിഷമങ്ങളും അങ്ങനെയൊക്കെ വെച്ച് ഓരോരുത്തർ വോട്ട് ചെയ്യുന്ന ട്രെൻഡാണ്. അപ്പൊ അവസാനം 7:45 വരെയൊക്കെ ഇലക്ഷൻ നീണ്ടു നിന്നു എന്നുള്ള സ്ഥിതി പറയുമ്പോൾ അതിന്റെ അർത്ഥം അവസാനത്തെ സെക്കൻഡ് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ CPM-ന്റെയും BJP-യുടെയും ആൾക്കാർ വേണമെങ്കിൽ അവർ ചൂട് വെയിലത്തും വന്ന് വോട്ട് ചെയ്തോളും. ഇടുക്കിയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ കൂടി ചേർന്നുണ്ട്. അരുണിന്റെ അഭിപ്രായം എങ്ങനെയാണ്? പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ആർക്കാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്? പോളിംഗ് ശതമാനം വർദ്ധിച്ചത് ഇപ്പൊ പ്രതീക്ഷ പാർട്ടികൾക്ക്, ജനങ്ങൾക്ക് ഒരു അറിവില്ലാതെ ജനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നന്മയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ജനങ്ങള് ശരിക്കും എന്താ സംഭവിക്കാൻ ജനങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അവര് എല്ലാവരും പോളിംഗ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും പറയാറായിട്ടില്ല. പൊതുജനം ഒരു അറിവുമുറിവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ കരുതിയിൽ നിന്ന് അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ അസ്തിത്വം നഷ്ടമായിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് മതേതരം പറയുന്നത് പോലും മതങ്ങളുടെ വോട്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല. അങ്ങനെ യാതൊരു തത്വശയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ആരെ തുണിക്കും എന്ന ചോദ്യം തന്നെ പ്രസക്തമാണ്. അപ്പോൾ ജനങ്ങളെ തുണിക്കുമെങ്കിൽ അവർക്ക് ഇനി സമാധാനിക്കാമല്ലോ, നല്ല ഭരണം വരുമെന്ന് ഓർക്കാമല്ലോ, അപ്പോൾ പറയാൻ ജനങ്ങളെ തുണിച്ചതെന്ന്. അല്ലാണ്ട് രാജ്യദ്രോഹികളുടെ കാലങ്ങൾ കഴിഞ്ഞു നമ്മൾ വിചാരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങളെ നമ്മൾ തുണച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. തുണച്ചെങ്കിൽ അവർ ഇനിയിപ്പോ ജനങ്ങൾ ഒന്നും ഇനിയിപ്പോ അവരാധിപ്പെടേണ്ട കാര്യമില്ലല്ലോ. അവരെ ജനങ്ങൾ അധികാരത്തിൽ വരുന്നവർ സംരക്ഷിക്കുമല്ലോ എന്ന് കരുതാമല്ലോ ജനങ്ങളെ തുണച്ചെങ്കിൽ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ശരിക്കും ജനാധിപത്യം എന്താണെന്നും കൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തെ പോരായ്മ കൊണ്ടും അത് അറിവില്ലാത്തതുകൊണ്ട് ജനങ്ങള് കുറെ മതങ്ങളുടെ ആളുകളും അവരെല്ലാം കൂടെ ബഹളം വെച്ച് വലിയ വോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോളിംഗ് ശതമാനം കൂടി ഒരു നന്മയിലേക്ക് എല്ലാവരും കറക്റ്റ് ഒരു പോയിന്റിലേക്ക് ഒരു വോട്ട് വന്നു നമുക്ക് കരുതാൻ പറ്റത്തില്ല. കാരണം അറിവുള്ള ഒരാൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് കാലം പറയട്ടെ, നമ്മൾ കാത്തിരുന്നതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. കൊച്ചി നിന്നും സുബജയൻ എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ സുബജയൻ, BJP വിരുദ്ധ വോട്ടുകൾ ലഭിച്ചു എന്ന കണക്കുകൂട്ടലാണ് ഇടത് വലത് മുന്നണികളും. എന്നാൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായെന്ന കണക്കുകൂട്ടലാണ് BJP-യും. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? തീർച്ചയായിട്ടും വടകര പത്തനംതിട്ടയെ സംബന്ധിച്ച് 8% വോട്ട് വർധനവ് ഉണ്ടായതും അതും സ്ത്രീകളുടെ വോട്ട് വർധനവ് ഉണ്ടായതും തീർച്ചയായിട്ടും BJP-ക്ക് ഗുണം ചെയ്യും. അവിടെ സംഘടിതമായിട്ട് സ്ത്രീ സമൂഹം വിശ്വാസത്തിന് കൂട്ടുന്നതിന്റെ പേരിലാണ് ഇത്രയും ശതമാനം വോട്ടിംഗ് അവിടെ ഉണ്ടായത്. മാത്രമല്ല വയനാട്ടിനെ സംബന്ധിച്ച് UDF-ന് ഗുണം ചെയ്യും. രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നതുകൊണ്ട് വയനാട്ടില് തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വോട്ടിങ്ങിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ സാധ്യതയുണ്ട്.
മറിച്ച് കണ്ണൂര് അവിടെ LDFന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിന് നടത്തിയ ഒരു വിധിയെഴുത്തായിരിക്കും കണ്ണൂരുണ്ടാകുന്നത്. ശരി, അടൂരിൽ നിന്നും ഷിജു എന്ന പ്രേക്ഷകൻ ചേർന്നു. ശ്രീ ഷിജു, പത്തനംതിട്ടയിലടക്കം മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 8% വർധനവുണ്ടായിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനായിരിക്കാം ഇതിന്റെ ഗുണഭോക്താവാകുന്നത്. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അവിടെ നമ്മൾ ആദ്യമൊക്കെ ധരിച്ചിരുന്നത് ഇവിടുത്തെ സവർണ മുന്നോക്ക സമുദായങ്ങൾക്ക് മാത്രമായിരുന്നു വിശ്വാസ സമൂഹത്തോട് വലിയ അതിന്റെ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചതെന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ലായിരുന്നു. പിന്നോക്കക്കാരും ദളിതുകളുമായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഫീൽഡിലുണ്ടായിരുന്നവരാ. അവരൊക്കെ ധാരാളം ആളുകൾ ഒത്തുചേരും. എല്ലാവരും ഒരിക്കലും BJP കടന്നു ചെല്ലാൻ കഴിയാത്ത പല മേഖലകളെയും ഇടതുപക്ഷത്തിന്റെയും UDFന്റെയും അടിയുറച്ച വോട്ടുകളിൽ കടന്നു ചെന്നുകൊണ്ട് അവരൊക്കെ വളരെ ശക്തമായ രീതിയിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇതിന്റെ ഒരു ഫലമെന്ന് പറയുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ മാത്രമായിരിക്കില്ല. ഇത് കേരളത്തിലൊട്ടാകെ, ചിലപ്പോൾ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പോലും ഇതിന്റെ ഏറ്റവും കൂടുതൽ ഐക്യഭക്തരുള്ളത് അവിടെയാണല്ലോ. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് തുടർന്നു വന്നിരിക്കുന്ന ആചാരങ്ങളെ ലംഘിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയന്റെ അവരെ തങ്കത്തലയിൽ വെച്ച് കൊടുക്കുന്നതാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിണറായിയിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. പ്രേമൻ, കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള വർഗീയ ചേരിതിരിവും വംശഹത്യയും നടത്തിയവർക്കെതിരെയുള്ള വിധിയെഴുത്താണ് ഈ കേരള ജനത നടത്തിയിട്ടുള്ളത്. കാരണം എന്താന്ന് പറഞ്ഞാല്, ഇവരിത് ശബരിമല വിഷയവും മറ്റും പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഒരു ആത്മാർത്ഥതയുമില്ല എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമല്ലേ. കാരണം എന്താ പറഞ്ഞാൽ BJPക്ക് ആത്മാർത്ഥതയില്ല. കാരണം എന്താ പറഞ്ഞാല്, അവർക്ക് ഒരു ഓർഡിനൻസ് ഇറക്കാമായിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വിഷയത്തിൽ നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ശബരിമല വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാടെന്താ? അവരെ പ്രകടന പത്രികയിൽ പോലും അത് ഉൾപ്പെടുത്താതെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനത്തിൽ അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇതൊന്നുമല്ല, കേരളത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗം മൊത്തത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഈ BJP ഗവൺമെന്റിനെതിരായിട്ടുള്ള ശക്തമായ ഒരു എതിർപ്പാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് എന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനത്തിനുള്ള നേട്ടം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ നിന്നും ബൈജു എന്ന പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട്. ശ്രീ ബൈജു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? താങ്കളുടെ മണ്ഡലത്തിലടക്കം ശബരിമല ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ 8% അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു മുൻ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ പോളിംഗ് ശതമാനം ഇടതുപക്ഷത്തിന് വൻ ശക്തി കൂടി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ. അത് ഇടതുപക്ഷം വൻ ശക്തിയോടുകൂടി തിരിച്ചു വരും ഈ പോളിംഗ് ശതമാനം കാണിക്കുന്നത് അതാണ്. കാരണം ഇവിടെ വർഗീയതയ്ക്കും എതിരെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷമാണ് ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഭരണം മുമ്പോട്ട് പോകും. എല്ലാ ജനങ്ങൾക്കും, വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ. ഈ ശബരിമല ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BJP കോൺഗ്രസും കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട ആലത്തൂരിൽ നിന്നും സൈനുദ്ദീൻ എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സൈനുദ്ദീൻ, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ആലത്തൂരെങ്കിലും ശക്തമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂര്. ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ആർക്കാണ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്? ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തിൽ എല്ലാ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥി വിജയിക്കും. മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും UDF സ്ഥാനാർത്ഥി വിജയിക്കും. ഇവിടെ കേന്ദ്രത്തിൽ ഒരു BJP എതിര ശക്തികൾ, BJPക്ക് എതിരായ ശക്തമായ പോരാട്ടമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത്. അസത്യവും സത്യവും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. കേരളത്തിൽ പിണറായി വിജയന്റെ ദുഷ്ഭരണത്തിനെതിരെ കേരള ജനത ഒന്നടങ്കം പ്രതികരിച്ച ഒരു ഇലക്ഷനാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. ശരി, ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ ഇന്നലെ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം കൂടിയത് ആരെ തുണയ്ക്കും എന്ന ചോദ്യമാണ് പ്രേക്ഷകർ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.